രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ കുറവ്. 24 മണിക്കൂറിനിടെ 13,203 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 5,70,000 സാമ്പിളുകൾ പരിശോധിച്ചു. 131 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,53,470 ആയി. അതേസമയം 24 മണിക്കൂറിനിടെ 13,929 പേർ ആശുപത്രിയിലുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി ഉയരുന്നു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും ആകെ രോഗികളുടെ എണ്ണത്തിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളം. 1.5 മാസത്തിന് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12 മുകളിലെത്തി. മരണനിരക്ക് ഉയരാതെ പിടിച്ചു നിർത്താനാകുന്നു എന്നത് മാത്രമാണ് ഏകാശ്വാസം. ഇന്നലെ സംസ്ഥാനത്ത് 6,036 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 12.48 ആയിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ഡിസംബർ 12-നായിരുന്നു ഇതിനു മുൻപ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 12 മുകളിലെത്തിയത്. 72,891 പേർ കോവിഡ് ബാധിതരായി ചികിത്സയിലുണ്ട്. ദിവസവും കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണവും കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളവരുടെ എണ്ണവും രാജ്യത്ത് കേരളത്തിൽ തന്നെയാണ് കൂടുതൽ. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ. 10,894 പേർ എറണാകുളത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുണ്ട്. കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിലും രോഗികളുടെ എണ്ണം കൂടുതലാണ്. 3,607 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ഇതുവരെ മരിച്ചത്. മരണനിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നിയന്ത്രിക്കാനായി എന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭൂരിഭാഗവും പൂർത്തീകരിച്ചു. ശേഷിക്കുന്നവ വേഗത്തിൽ പൂർത്തീകരിക്കും. സാമൂഹ്യനീതിയും സർവ്വതല സ്പർശിയുമായ വികസനവുമാണ് LDF ലക്ഷ്യമിടുന്നതെന്നും ഇടുക്കി ജില്ലയിൽ കേരളഭരണത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ക്രമക്കേടിൽ CBI അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരോ ലൈഫ് മിഷനോ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല. അതിനാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന ആരോപണം നിലനിൽക്കില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് അനുമതിയില്ലാതെ CBI അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഹർജിയിൽ വാദിക്കുന്നു. കനത്ത സുരക്ഷയിൽ രാജ്യം നാളെ 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ആഘോഷം. സൈനിക പരേഡിന്റെ ദൂരവും സമയവും കുറച്ചിട്ടുണ്ട്. 40,000-ൽ താഴെ കാണികൾക്കാണ് പ്രവേശനം. ദിവസങ്ങൾ നീളുന്ന പരിശീലനത്തിനും തയ്യാറെടുപ്പുകൾക്കും ശേഷമാണ് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും 17 നിശ്ചല ദൃശ്യങ്ങളാണ് രാജ്പഥിൽ അണിനിരക്കുക. ഡൽഹി കന്റോൺമെന്റിലെ RR ക്യാമ്പിലാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്പഥിലൂടെ ഒഴുകി നീങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഒരുങ്ങുന്നത് ഇവിടെയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള രാഷ്ട്രീയ രംഗശാല ക്യാമ്പിൽ. ആ ക്യാമ്പിനുള്ളിലെ കാഴ്ചകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിശ്ചല ദൃശ്യത്തോടൊപ്പം അണിനിരക്കുന്ന കലാകാരന്മാർ തയ്യാറെടുപ്പിലും പരിശീലനത്തിലുമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അരങ്ങിൽ എത്തുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഈ താളമേളങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. പാന്തരി എന്ന കലാരൂപമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇവർ അവതരിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് എത്തുമ്പോൾ
കേദാർനാഥിലെ കലാകാരന്മാർ ഓങ്കാര നൃത്തത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുമ്പോഴാണ് RR ക്യാമ്പിൽ നിന്നും ആ ശബ്ദം ഉയർന്നു കേട്ടത്. സംശയിക്കേണ്ട, നമ്മുടെ കേരളം തന്നെ. വാദ്യ കലാകാരന്മാർ കൊട്ടിക്കയറുകയാണ്. ഞങ്ങൾ മൊത്തം ഇത്തവണ കേരള ടീമിൽ 12 കലാകാരന്മാരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. 6 കലാകാരന്മാർ വാദ്യ കലാകാരന്മാരും ബാക്കിയുള്ള ആളുകൾ തെയ്യം കലാകാരന്മാരാണ്. അങ്ങനെ നമ്മൾ കലാകാരന്മാരുടെ ഒരുക്കങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിശ്ചല ദൃശ്യങ്ങളിലേക്കാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന CRPFന്റെ നിശ്ചല ദൃശ്യം. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് ആവിഷ്കാരമൊരുക്കിയ ബാപ്പ ചക്രവർത്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. Kerala is choir. This choir mainly thematically we are trying to highlight the Kerala's choir products and the heritage, the best thing in India. That's what we wanted to project here. ചീന വല ഈ ഫ്ലോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് വാട്ടറിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ അവിടെ തുടങ്ങി കോക്കനട്ടിന്റെ തേങ്ങയുടെ വിവിധ ഒരു വളർച്ച അവസാനം ട്രാക്ടറിൽ കാണുന്നത് ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണം. അഭിലാഷ്, News 18, ഡൽഹി.